നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ശിശുദിനം വൈവിധ്യ പരിപാടികളോടെ ആഘോഷിച്ചു. DREയുടെ CATU കാസർഗോഡ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ തൊഴിലാളികളുടെ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. CATU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ദേശീയ പാതയിൽ മീൻ ലോറി മറിഞ്ഞ് അപകടം. കോഴിക്കോട് നിന്നും മീൻ കയറ്റി ഉള്ളാളിലെ ഫാക്ടറിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ ടയർ പൊട്ടി നിയന്ത്രണം തെറ്റി റോഡിന് കുറുകെ മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. രാജപുരം പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിൽ വീണു. കള്ളാർ സെന്റ് പൈൻസ് 10th കോളേജിന് സമീപം വ്യാഴാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത്. ഗ്രേറ്റ് ബോംബെ സർക്കസ് 15 മുതൽ ഐങ്ങോത്ത് നക്ഷത്ര ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തെ ഗ്രൗണ്ടിൽ പ്രദർശനം ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെല്ലിക്കാട്ട് ഈങ്ങയിൽ വീട് തറവാട് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി വിളക്ക് പൂജ നടന്നു. നിരവധി ആളുകൾ വിളക്ക് പൂജയിൽ പങ്കാളികളായി. വാർത്തകൾ വിശദമായി. DREU CATU കാസർഗോഡ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ തൊഴിലാളികളുടെ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. CATU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DREU CATU കാസർഗോഡ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ തൊഴിലാളികളുടെ പ്രതിഷേധ കൂട്ടായ്മ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നടത്തി. 50% DA അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുകയും 1/1/2026 മുതൽ നൽകുകയും ചെയ്യുക. അടിസ്ഥാന ശമ്പളത്തിൻ്റെ 30% ഇടക്കാലാശ്വാസം അനുവദിക്കുക. 8th CPC ടേംസ് ഓഫ് റെഫറൻസിലെ വിരുദ്ധ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക. 50% ബേസിക് ബസ് DA എല്ലാ ജീവനക്കാരുടെയും പെൻഷനായി അംഗീകരിക്കുക. ശമ്പളത്തോടൊപ്പം പെൻഷൻ റിവിഷൻ ഉപേക്ഷിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. 30ഓളം തൊഴിലാളികൾ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. CATU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം, 8ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ രാജ്യത്തെ ജീവിത സൂചികയുടെ അടിസ്ഥാനത്തിൽ നിത്യോപസാധനങ്ങളുടെ വില ഓരോ ദിവസവും കയറുമ്പോൾ മറ്റെല്ലാ നിത്യ ചെലവുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾക്ക് ദിവസം മിനിമം വേജസും അതുപോലെ ശമ്പള പരിഷ്കരണവും ഓരോ മേഖലയിൽ നടപ്പിലാക്കണമെന്ന് ഇന്നോ ഇന്നലെയോ തീരുമാനിച്ചു വെച്ചതല്ലല്ലോ. ഇന്ത്യക്ക് ശേഷം എല്ലാ ഗവൺമെൻറ്റുകളും മാറി വന്ന ഗവൺമെൻറ്റുകളെല്ലാം തന്നെ എല്ലാ മേഖലയിലും ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടുണ്ട്. ആ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത് അന്ന് അതത് കാലത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ കാലത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യത്തിൽ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടിയുള്ള വരുമാനം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് എത്ര വർഷക്കാലം മുമ്പ് തന്നെ നമ്മൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴെന്താണ് പറയുന്നത്? ശമ്പള പരിഷ്കരണം നടപ്പാക്കിയാൽ പോലും അത് 1.5 വർഷക്കാലം കഴിഞ്ഞ് മാത്രമേ അത് നടപ്പിൽ വരുത്താൻ സാധ്യതയുള്ളൂ എന്നാണ്. അപ്പോഴും വേറൊരു അതിൻ്റെ ഗൂഢലക്ഷ്യം അതിനകത്ത് ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എന്തടിസ്ഥാനത്തിലാണ് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ളത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഗവൺമെൻറ് എല്ലാ ജീവനക്കാർക്കും, അത് റെയിൽവേ ജീവനക്കാർക്ക് മാത്രമല്ല എല്ലാ മേഖലയിലെ ജീവനക്കാർക്കായാലും അവരുടെ ആ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവനക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിത്യ ജീവിത സൂചികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാന ശമ്പളത്തിൻ്റെ അതിൻ്റെ ഇത്ര ശതമാനം DA വർദ്ധിപ്പിക്കണം, ഇന്ന് ഇത്ര DA നൽകണം എന്ന രീതിയിലെല്ലാം നിശ്ചിതമായ കണക്കുകളുണ്ടല്ലോ. ആൻസി അധ്യക്ഷത വഹിച്ചു. ADS DREUവിലെ ലെനീഷ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് നമ്മളെ ഡിവിഷൻ PNMൻ്റെ സബ്ജക്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇന്നേ വരെയും നമ്മുടെ PNM വിളിച്ചു ചേർക്കാൻ അധികാരികൾ മുന്നോട്ട് വന്നിട്ടില്ല. FNM ആയാലും അതേ സ്ഥിതി തുടരുകയാണ്. ശേഷം വന്ന SRMയുടെ ഡിമാൻഡ് കൊടുക്കുകയും അവരെ ഡിമാൻഡ് PNM സബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം അവർ PNM വിളിക്കാനാണ് അധികാരികളുടെ തിടുക്കം കാണിക്കുന്നത്. അതിനെതിരായി ഈ 12-ാം തീയതിക്കുള്ളിൽ ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഈ വരുന്ന ഡിസംബർ 12-ാം തീയതി DREU പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
എല്ലാ ബ്രാഞ്ചുകളും എല്ലാ സഹകളും ചേർത്തുകൊണ്ട് ഡിവിഷൻ ഹെഡ്ക്വാർട്ടറിൽ ഒരു PNM ഒരു എന്താ പറയുക പ്രതീകാത്മക PNM നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബ്രാഞ്ച് സെക്രട്ടറി AR വിഷ്ണു സ്വാഗതവും ബ്രാഞ്ച് ട്രഷറർ CS സുർജിത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ദേശീയ പാതയിൽ മീൻ ലോറി മറിഞ്ഞ് അപകടം. കോഴിക്കോട് നിന്നും മീൻ കയറ്റി ഉള്ളാളിലെ ഫാക്ടറിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ ടയർ പൊട്ടി നിയന്ത്രണം തെറ്റി റോഡിന് കുറുകെ മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ദേശീയപാതയിൽ മീൻ ലോറി മറിഞ്ഞ് അപകടം സംഭവിച്ചത്. കോഴിക്കോട് നിന്നും മീൻ കയറ്റി ഉള്ളാളിലെ ഫാക്ടറിയിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ ടയർ പൊട്ടി നിയന്ത്രണം തെറ്റി റോഡിന് കുറുകെ മറിഞ്ഞാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഡ്രൈവർ വടകരയിലെ വിജിൻ കുമാറിന് നിസാര പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മീനുകൾ 2 വാഹനങ്ങളിലേക്ക് മാറ്റുകയും ULCCയുടെ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയെ റോഡരികിലേക്ക് നീക്കുകയും ചെയ്തു. ലോറിയിൽ നിന്നും റോഡിലേക്ക് പരന്ന ഓയിലും മീൻവെള്ളവും സോപ്പ് പൊടി വിതറി പമ്പ് ചെയ്ത ശേഷം രാത്രി 11:30 മണിയോടെയാണ് മൊഗ്രാൽ പുത്തൂർ ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഫയർഫോഴ്സ് സംഘത്തിൽ E പ്രസീദ്, CV ഷബിൽ കുമാർ, P രാജേഷ്, S അരുൺകുമാർ, KV ജിതിൻ, കൃഷ്ണൻ, KC ജിജോ, അതുൽ രവി, ഹോംഗാർഡുമാരായ PV രഞ്ജിത്ത്, K സുമേഷ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാജപുരം പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിൽ വീണു. കള്ളാർ സെന്റ് പയൻസ് 10th കോളേജിന് സമീപം വ്യാഴാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത്. രാജപുരം പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിൽ വീണു. കള്ളാർ സെന്റ് പയസ് 10th കോളേജിന് സമീപം വ്യാഴാഴ്ച രാത്രിയാണ് അപകടം നടന്നത്. ആർക്കും പരിക്കില്ല. ഇൻസ്പെക്ടർ രാജേഷ് ആയിരുന്നു ജീപ്പ് ഓടിച്ചിരുന്നത്. മദ്യപിച്ച വാഹനം ഓടിച്ച ആളെ പിടികൂടിയ ശേഷം മദ്യപിച്ച ആൾ ഓടിച്ച വാഹനം പോലീസ് ഡ്രൈവർ ഓടിച്ച് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പിന്നാലെ പോലീസ് ജീപ്പുമായി ഇൻസ്പെക്ടർ സ്റ്റേഷനിലേക്ക് വരവെയാണ് അപകടം നടന്നത്. റോഡിൽ നിന്നും തെന്നി പിന്നിലേക്ക് തിരിഞ്ഞ ജീപ്പ് കുഴിയിലേക്ക് വീഴുകയായിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് ജീപ്പ് റോഡിലെത്തിച്ച് സ്റ്റേഷനിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, രാജപുരം. ഗ്രേറ്റ് ബോംബെ സർക്കസ് 15 മുതൽ ഐങ്ങൂത്ത് നക്ഷത്ര ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തെ ഗ്രൗണ്ടിൽ പ്രദർശനം ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രേറ്റ് ബോംബെ സർക്കസ് 15 മുതൽ ഐങ്ങൂത്ത് നക്ഷത്ര ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തെ ഗ്രൗണ്ടിൽ പ്രദർശനം ആരംഭിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിക്കും. വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള, കൗൺസിലർമാരായ K ലത, P അഹമ്മദ് അലി, KV സരസ്വതി, K അനീഷൻ, K പ്രഭാവതി, വിനീത് കൃഷ്ണൻ, മുനിസിപ്പൽ സെക്രട്ടറി MK ഷിബു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഇന്ത്യയിൽ ആദ്യമായി ലോക പ്രശസ്ത ഏത്തോപ്യൻ കലാകാരന്മാർ റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി എത്തും. ഏത്തോപ്യൻ കലാകാരന്മാരുടെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് പ്രധാന ആകർഷണം. കാണികളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ മണിപ്പൂരി കലാകാരന്മാരുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് മറ്റൊരു പ്രധാന ആകർഷണം. സോഡ് ആക്ട്, ഗ്രൂപ്പ് അക്രോബാറ്റിക്സ്, അമേരിക്കൻ ലിംബിംഗ് ബോർഡ്, റഷ്യൻ സ്പൈഡറിംഗ്, റഷ്യൻ ഡബിൾ ക്രൗൺ ഐറ്റം, റഷ്യൻ വെർട്ടിക്കൽ സ്വിംഗിംഗ് അക്രോബാറ്റ്, റഷ്യൻ ക്രൗൺ സ്കിപ്പിംഗ്, റഷ്യൻ കാർഡിൽ ബോൺസെസ് ഐറ്റം എന്നിവ ഇതിൽ ചിലതു മാത്രമാണ്. ഈ ഗ്രൗണ്ട് നമ്മൾ പണ്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ഇവിടെ പല എക്സിബിഷനും ഫെയറും ഒക്കെ നടക്കലെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ പൊതുവെ നല്ല റെസ്പോൺസ് ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഗ്രേറ്റ് ബോംബെ സർക്കസ് ഇവിടെ വന്നിട്ട് കുറേയായി. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തൊന്നും വന്നിട്ടില്ലാന്ന് തോന്നുന്നു കാഞ്ഞങ്ങാട്. നമ്മള് ഇതില് മുമ്പ് വന്നത് 2017-16 പീരീഡില് കാസർഗോഡ് വന്നിരുന്നു. നമ്മള് കാസർഗോഡ് വന്നിട്ട് പിന്നെ അവിടുന്ന് കണ്ണൂർ അങ്ങനെ 3-4 സ്ഥലം കളിച്ചു. ഇവിടെ കാഞ്ഞങ്ങാട് വന്നിട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അവര് കാഞ്ഞങ്ങാട് വന്നിരിക്കുകയാണ്. ഇതിന് ഓഫ്കോഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഇത്യോപ്യൻ കലാകാരന്മാരാണ് ഉള്ളത്.
ഹുസൈൻ അബ്ദുള്ള എന്ന് പറയുന്ന അങ്ങേരുടെ നേതൃത്വത്തിലാണ് ഈ എത്യോപ്യൻ ട്രൂപ്പ് ഉള്ളത്. എത്യോപ്യ ഇപ്പം ഇന്ന് നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും, നമ്മള് ഒരു ചെറിയൊരു അനുമോദനം ഉണ്ടായിരുന്നു. കണ്ണൂരിലെ ജില്ലാ കളക്ടർ കേരളത്തിലെ ഏക മലയാളി കലാകാരിയെ ആദരിച്ചു എന്ന് പറഞ്ഞിട്ട്, കേരളത്തിലെ ഏക മലയാളി കലാകാരിയെ ആദരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ മനോരമയിലുണ്ടായിരുന്നു, ഇന്ന് മാതൃഭൂമിയിലുണ്ടായിരുന്നു. ഗ്രേറ്റ് ബോംബെ സർക്കസിൽ 300ഓളം ജീവനക്കാരിൽ 100-ൽ പരം പേർ സർക്കസ് കലാകാരന്മാരാണ്. ഉച്ചയ്ക്ക് 1 മണി, 4 മണി, 7 മണി എന്നിങ്ങനെ ദിവസേന 3 പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. 150, 200, 300 എന്ന നിരക്കിലാണ് ടിക്കറ്റ് നിരക്ക്. മീഡിയ കോർഡിനേറ്റർ ശ്രീഹരി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെമ്മട്ടംവയൽ അംഗൻവാടിയിൽ ശിശുദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. പൂവെള്ള വസ്ത്രവും തൊപ്പിയും റോസാപ്പൂവും അണിഞ്ഞാണ് കുരുന്നുമക്കൾ അംഗൻവാടിയിലെത്തിയത്. കുട്ടികളെയും റോസാപ്പൂവിനെയും ഏറെ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ സംയോജിത ശിശു വികസന സേവന പദ്ധതി പ്രകാരം കാഞ്ഞങ്ങാട് ICDS പ്രൊജക്ടിൽ പ്രവർത്തിക്കുന്ന 98-ാം വാർഡ് ചെമ്മട്ടംവയൽ അംഗൻവാടിയിൽ ശിശുദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി. കുട്ടികൾ നെഹ്റുവിന് ഏറെ ഇഷ്ടമുള്ള തൂവെള്ള വസ്ത്രവും തൊപ്പിയും റോസാപ്പൂവും ധരിച്ചാണ് അംഗൻവാടിയിലെത്തിയത്. സ്നേഹ സന്ദേശ റാലി, ദേശസ്നേഹ ഗീതാലാപനം, ചിത്രരചന മത്സരങ്ങൾ, മധുര പലഹാര വിതരണം തുടങ്ങിയ നിരവധി പരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭ വികസന സ്ഥിരം സമിതി അധ്യക്ഷ കെ ലത, അംഗൻവാടി വർക്കർ പി സരോജിനി, ഹെൽപ്പർ എൻ പത്മാവതി, കാഞ്ഞങ്ങാട് എക്സൈസ് പോലീസ് ഓഫീസർ എം ചാൾസ്, ബല്ലായിസ് NSS പ്രോഗ്രാം ഓഫീസർ കെ ശരത്, ആശാ വർക്കർ കെ ബീന, PTA അംഗം പ്രജിഷ സുധീർ എന്നിവർ സംസാരിച്ചു. നവംബർ 14 ലോകമെമ്പാടും നമ്മുടെ ചാച്ചാജിയുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി കൊണ്ടാടുകയാണ്. കുട്ടികളേറെ ഇഷ്ടപ്പെട്ട ചാച്ചാജി അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഈ ഒരു നവംബർ 14 ആഘോഷിക്കുകയാണ്. ഇന്ന് എല്ലാ അംഗനവാടികളിലും സ്കൂളുകളിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഈ ഒരു നവംബർ 14 ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. ഈ ശിശുദിനത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. രക്ഷിതാക്കൾ, ആരോഗ്യ പ്രവർത്തകർ, നാട്ടുകാർ, ബല്ലായി സ്കൂൾ, NSS വിദ്യാർത്ഥികൾ, വിവിധ സന്നദ്ധ സംഘടനാ ക്ലബ്ബ്, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പള്ളിക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശിശുദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ഫ്രൂട്ട് ഫെസ്റ്റും എക്സിബിഷനും ശ്രദ്ധേയമായി. പള്ളിക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നവംബർ 14 ശിശുദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം പ്രധാനാധ്യാപിക സിസ്റ്റർ ബ്രിജിറ്റി നിർവഹിച്ചു. കുട്ടികളും ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒരുമിച്ച് സഹകരിച്ച് പ്രദർശിപ്പിക്കുന്ന ഒരു ശാസ്ത്ര പ്രദർശനമേളയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഹാർദവമായിട്ട് നന്ദി പറയുന്നു. ഒപ്പം പ്രകൃതിയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായും ഇന്നത്തെ ഭക്ഷണ രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഫ്രൂട്ട്സിന്റെ പ്രാതിനിധ്യത്തെ ഉറപ്പിക്കുന്നതിനും വേണ്ടി ചെറിയ KG ക്ലാസ്സുകളിലെ കുട്ടികൾ സംഘടിപ്പിച്ച ഫ്രൂട്ട്സ് ഡേയും ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകതയ്ക്ക് മാറ്റുകൂട്ടുന്നു. നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം അത് ശാസ്ത്രത്തിലും അതുപോലെ തന്നെ ഗണിതത്തിലും സാമൂഹ്യത്തിലും ഭാഷയിലും ഒരുപോലെ അംഗീകരിക്കപ്പെടേണ്ട എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശാസ്ത്രമേള ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തുടർന്ന് കൗതുകത്തിന്റെ നേർക്കാഴ്ചയുമായി കുട്ടികൾ ഒരുക്കിയ ഫ്രൂട്ട് ഫെസ്റ്റിവലും എക്സിബിഷനും ഏറെ ശ്രദ്ധേയമായി. പള്ളിക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവരുടെ വളരെ നാളത്തെ പരിശ്രമ ഫലമായാണ് വർണ്ണാഭമായ എക്സിബിഷൻ വിദ്യാലയത്തിൽ ഒരുക്കിയത്.
ഇന്നത്തെ കുരുന്നുകൾ നാളത്തെ ഇന്ത്യയെ സൃഷ്ടിക്കും, നമ്മൾ അവരെ വളർത്തുന്ന രീതി രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കും എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനത്തിലാണ് കുട്ടികൾ ഈയൊരു എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ദിനത്തിൽ അദ്ദേഹത്തിനുള്ള ആദരം കൂടിയായി എക്സിബിഷൻ മാറി. വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പ്രസന്റേഷൻ, വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള എക്സിബിഷനാണ് വിദ്യാലയത്തിൽ ഒരുക്കിയത്. പ്രധാനാധ്യാപിക സിസ്റ്റർ ബ്രിജിറ്റിന്റെയും വിദ്യാലയത്തിലെ അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരുന്നത്. പ്രധാനാധ്യാപിക സിസ്റ്റർ ബ്രിജിറ്റിന്റെയും വിദ്യാലയത്തിലെ അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. എക്സിബിഷനിൽ മാത്സ് കോർണർ, സയൻസ് കോർണർ, സോഷ്യൽ കോർണർ ഇടങ്ങളിൽ ഒരുക്കിയ പ്രദർശനങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. വിവിധ വർക്കിംഗ് മോഡലുകൾ, നിർമ്മിതികൾ, പഴയകാല വീട്ടുപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളും, വിവിധ കറൻസികൾ, സാംസ്കാരിക നായകന്മാരുടെയും ഭരണകർത്താക്കളുടെയും സാഹിത്യ നായകന്മാരുടെയും ഫോട്ടോകൾ എന്നിവ എക്സിബിഷനിൽ ഇടം പിടിച്ചു. KG സെക്ഷനിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നൊരുക്കിയ ഫ്രൂട്ട്സ് ഫെസ്റ്റിവലിൽ വിവിധ പഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ കാണികളെ ഏറെ ആകർഷിച്ചു. വിവിധ പഴങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത വിവിധ രൂപങ്ങളും ഫ്രൂട്ട് ഫെസ്റ്റിവലിന്റെ പ്രത്യേകതയായി. ഫ്രൂട്ട് ഫെസ്റ്റിവലും എക്സിബിഷനും സന്ദർശിക്കാൻ രക്ഷിതാക്കളും എത്തിച്ചേർന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശിശുദിനത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ഹൈസ്കൂൾ ചാമുണ്ടിക്കുന്നിൽ ശിശുദിനത്തിൽ വ്യത്യസ്തമായ രീതിയിൽ അസംബ്ലി സംഘടിപ്പിച്ചു. LP വിഭാഗം കുട്ടികൾ പരിപാടികൾ ആസൂത്രണം ചെയ്തും അവതരിപ്പിച്ചും അസംബ്ലിയെ സജീവമാക്കി. വൈവിധ്യമാർന്ന രീതിയിൽ ശിശുദിനം ആഘോഷിച്ച ഗവൺമെന്റ് ഹൈസ്കൂൾ ചാമുണ്ടിക്കുന്നിലെ കുട്ടികൾ പൂർണ്ണമായും വ്യത്യസ്തമായ രീതിയിൽ അസംബ്ലി സംഘടിപ്പിച്ചു. LP കുട്ടികൾ എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തതും അവതരിപ്പിച്ചതും അസംബ്ലിയെ സജീവമാക്കി. LP തലത്തിൽ പഠിക്കുന്ന ധ്യാനന്ദ് രാജേഷാണ് അസംബ്ലി നയിച്ചത്. അസംബ്ലിയുടെ ഭാഗമായി ഇംഗ്ലീഷ്, മലയാളം പ്രസംഗങ്ങളും കൂട്ടുകാരെ പ്രചോദിപ്പിക്കുന്ന ചെറിയ മോട്ടിവേഷൻ ടോക്ക് അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ വലിയ കയ്യടികൾ നേടി. കൂടാതെ ശിശുദിന ഗാനങ്ങൾ, പതിപ്പ് പ്രദർശനം, പോസ്റ്റർ പ്രദർശനം എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചാമുണ്ടിക്കുന്ന്. അജാനൂർ GF UP സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനം ശിശുദിനത്തിൽ നടന്നു. വികസന സമിതി ചെയർമാൻ K. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊളവയൽ GF UP സ്കൂൾ ലൈബ്രറി ഉദ്ഘാടനം നടന്നു. വികസന സമിതി ചെയർമാൻ K. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആധ്യാത്മിക ക്ലാസ് ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആധ്യാത്മിക ക്ലാസ്സും വിളക്ക് പൂജ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയേട്ടൻ ആ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും ബോർഡും എഴുതാനുള്ള മാർക്കർ പെന്ന് അതിൽ ഇഷ്ടം പോലെ ഒരു 3-4 കൊല്ലം കുട്ടിയേട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. ഈ സ്കൂളിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ, ഏറ്റവും നല്ല അധ്യാപകർ, ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനാധ്യാപകൻ, ഏറ്റവും നല്ല PTA പ്രസിഡന്റ്, അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെയുള്ള സ്കൂളിനോട് സ്നേഹമുള്ള ഒരു വിദ്യാലയമാണ് ഇത് എന്നാണ്. ഇതില് ഇന്നിവിടെ ഈ ലൈബ്രറി നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്മരണ പോയിന്റാണ്. അതിന്റെ DK DR കുര്യൻ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി മക്കളാണ് ഈ ലൈബ്രറി ഇവിടെ തന്നിട്ടുള്ളത്. അത് മാത്രമല്ല, ഇന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുമരിൽ കണ്ട ചിത്രങ്ങളുണ്ടല്ലോ, ഏറ്റവും മനോഹരമായിട്ടുള്ള, സാധാരണ ചിത്രങ്ങൾ ഫോട്ടോ വെക്കാറുണ്ട്, പക്ഷെ അതല്ല, ഇത് ചിത്രം, ഏറ്റവും മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചത്. അവരുടെ ഫോട്ടോ വരച്ചതാണ്. ചിത്രങ്ങളുടെ പ്രകാശനവും ആദരിക്കലും മുഖ്യാതിഥി PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജാഫർ പാലായി അധ്യക്ഷത വഹിച്ചു. ഷഫീഖ് ആവിക്കൽ, റംസീന BS, ഡോക്ടർ R അനിൽകുമാർ, AP രാജൻ, AK ഷാജി, A അബ്ദുള്ള, നൌഷാദ് കൊത്തിക്കാൽ, KG സജീവൻ, രമ്യ സുനിൽ, റഫീഖ് ആവിക്കൽ,
അഹമ്മദ് കിർമാണി, സി സുലൈഖ, സന്ധ്യ കെ, സുനിത ടി എന്നിവർ സംസാരിച്ചു. മോഹനൻ വി സ്വാഗതവും സജിത കെ നന്ദിയും പറഞ്ഞു. സുരേഷ് കുര്യൻ, ശൈലേഷ് റാവു, ശൈല റാവു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം. കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി M. അസിനാർ ഉദ്ഘാടനം ചെയ്തു. വിശ്വമാനവികതയുടെ മുഖമായിരുന്നു ജവഹർലാൽ നെഹ്റുവെന്നും മതേതര രാജ്യമായി ഇന്ത്യയെ വാർത്തെടുക്കുകയും ഇന്ത്യയുടെ വികസന കുതിപ്പിന് ദിശാബോധം നൽകിയ രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിനോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കുമെന്നും KPCC സെക്രട്ടറി M. അസിനാർ പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഹോസ്റ്റൽ നെഹ്റു മണ്ഡപത്തിൽ നടന്ന അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു M. അസിനാർ. രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കാൻ കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും പരിപാവനമായ ഈ നഗരത്തിലെ തന്നെ പരിപാവനമായൊരു പുണ്യഭൂമിയിലാണ്. രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയായ ഈ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. AK ഗോപാലിനെതിരെ ഉള്ള തെരഞ്ഞെടുപ്പിൽ ശ്രീ BA ഷണായി മത്സരിക്കുന്ന ഘട്ടത്തിൽ AK ഗോപാലിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഈ മണ്ണിൽ വന്ന് നമ്മുടെ തൊട്ടുമുന്നിലുള്ള സ്റ്റേജിൽ വെച്ച് 10,000 അഭിസംബോധന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ ആദ്യമായി ഈ മണ്ണിൽ സ്പർശിച്ച പ്രിയപ്പെട്ട നെഹ്റുജിയുടെ ജന്മദിനമാണിന്ന്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TK സുധാകരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. V. ഗോപി സംസാരിച്ചു. OV രതീഷ് സ്വാഗതവും സുരേഷ് കൊട്ടർച്ചാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സഹകരണ വാരാഘോഷ പരിപാടികളുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് സഹകാരിമാരും തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരും. ബാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് C. രവി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ 72ാമത് സഹകരണ വാരാഘോഷം സഹകരണ യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകൾ ഡിസംബറിലേക്ക് മാറ്റിവെച്ചെങ്കിലും സഹകരണ സ്ഥാപനങ്ങളിൽ വിവിധ ചടങ്ങുകൾ നടത്തി.
തൃക്കരിപ്പൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പരിസരത്ത് പ്രസിഡന്റ് സി രവി പതാക ഉയർത്തി വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ എന്നാലും സംസ്ഥാനത്ത് ഇവിടെ മിനിസ്റ്ററുടെ നിർദ്ദേശം ഈ നവംബർ 14 തന്നെ എല്ലാ സഹകരണ സംഘങ്ങളിലും പതാക ഉയർത്തി ആ നടപടികൾ മുന്നോട്ട് അടിസ്ഥാനത്തിലാണ് പതാക ഉയർത്തിയിരിക്കുന്നത്. ഫാർമേഴ്സ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ സി സേതുമാധവൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബാങ്ക് ഡയറക്ടർമാരായ വി വിജയൻ, LK യൂസഫ്, VK ബീന, UK രാജൻ, VV അനിൽകുമാർ, TV ആനന്ദകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി K രാജീവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെരിയ സൗഹൃദവേദിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പെരിയ അത്തിക്കാരം പള്ളം ഷൈജയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന സ്വാന്തനം വീടിന്റെ താക്കോൽ ദാനം നവംബർ 18 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. UAE-യിലെ പെരിയ നിവാസികളുടെ കൂട്ടായ്മയായ പെരിയ സൗഹൃദവേദിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി പെരിയ അത്തിക്കാരം പള്ളം ശൈലജയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന സാന്ത്വനം വീടിന്റെ താക്കോൽ ദാനം നവംബർ 18 നടക്കും. സംഘടനയാണ് UAE പ്രവർത്തിക്കുന്ന സംഘടന. കഴിഞ്ഞ 24 വർഷമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, അതുപോലെ കഴിഞ്ഞ 2019 പെരിയ സൗഹൃദവേദി തുടങ്ങിയ ഒരു പദ്ധതിയാണ് സാന്ത്വനം വീട്. അത് പെരിയ വില്ലേജിലെ നിർദ്ധരായ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന പദ്ധതിയാണ് സാന്ത്വനം വീട് എന്ന പദ്ധതിയിലൂടെ പെരിയ സൗഹൃദവേദി നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് 2019 മുതൽ 5 വീടുകൾ പെരിയ സൗഹൃദവേദിക്ക് നൽകാൻ കഴിഞ്ഞു. 6ാമത്തെ വീട് ഇപ്പോൾ പണി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ താക്കോൽദാനമാണ് ഈ വരുന്ന ചൊവ്വാഴ്ച നവംബർ 18 രാവിലെ 11 മണിക്ക് നിർവഹിക്കുന്നത് ഉദുമ MLA ശ്രീ CS കുഞ്ഞമ്പു. അദ്ദേഹമാണ് താക്കോൽദാനം നിർവഹിക്കുന്നത്. ഏകദേശം 10 ലക്ഷം രൂപ ചിലവ് വന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രകാശ് നിടവോട്ട് കൺവീനറും രമേശ് പെരിയ ഫിനാൻസ് കൺവീനറുമായിട്ടുള്ള സാന്ത്വനം വീട് കമ്മിറ്റിയാണ് നേതൃത്വം നൽകിയത്. ഹരീഷ് മേപ്പാട് പ്രസിഡന്റ്, അനുരാജ് കമലോൻ സെക്രട്ടറി, പ്രവീൺ രാജ് ട്രഷറർ അടങ്ങിയ ഭരണസമിതി തുടക്കം കുറിച്ച് മുരളി ആയമ്പാറ പ്രസിഡന്റും ദിവ്യ കുട്ടികൃഷ്ണൻ സെക്രട്ടറിയും അഖിലേഷ് മാരാങ്കാവ് ട്രഷററുമായിട്ടുള്ള സൗഹൃദവേദി ഭരണസമിതി വീടിന്റെ പണി പൂർത്തിയാക്കി. നിലവിലെ ഇത്തരം പ്രവർത്തികളുമായി ഇതിന്റെ കോർഡിനേഷൻ ചാർജ് വഹിക്കുന്ന ആളുകൂടിയാണ്. ഇപ്പോഴും ലൈവായി തന്നെ സംഘടനയുടെ പ്രവർത്തന രംഗത്ത് ഉണ്ട്. അദ്ദേഹം പ്രവാസിയാണ്. ഞാൻ സ്ഥാപക പ്രസിഡന്റായിരുന്നു. 8 വർഷത്തോളം അതിൻ്റെ ആരംഭം തൊട്ട് പ്രസിഡന്റായിരുന്നതാണ്. അന്നൊക്കെ ലക്ഷാധികാരിയായി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നത് ശ്രീ DK വേണുഗോപാൽ നായരാണ്. അദ്ദേഹവും തിരിച്ചു കൊണ്ടു, ഞാനും തിരിച്ചു കൊണ്ടു. ശ്രീ തമാനായർ, അദ്ദേഹം മുൻ പ്രസിഡന്റാണ്. അദ്ദേഹം ഇപ്പോഴും പ്രവാസിയാണ്, എങ്കിലും നാട്ടിലുമുണ്ട്, അവിടെയുമുണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും ഇവിടെ ഇതിൻ്റെ പ്രധാന ഭാരവാഹികളായി സംബന്ധിച്ച് തന്നെ ഇതിൻ്റെ കാര്യഗൗരവം വ്യക്തമായി മുന്നിലേക്ക് എത്തിക്കുവാനും, കാരണം കേവലം ഒരു വില്ലേജിനകത്ത് മാത്രമുള്ള പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസ ജീവിതം നയിക്കുന്ന പ്രവാസികൾ ആ വില്ലേജിനകത്ത് കഴിഞ്ഞ 2019 തൊട്ട് 2025 വരെ ഉള്ള കാലയളവിൽ 6 വീട് ഏതാണ്ട് അതിൻ്റെ നിർമ്മാണ ചെലവുകൾ ഓരോ കാലഘട്ടത്തിലും ചില വ്യത്യാസങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 6 വീടുകൾ വെച്ചു കൊടുക്കുന്നത് തികച്ചും അവരധ്വാനിച്ച പണത്തിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ടാണ് അത് മുന്നേറുന്നത്. ഉദുമ MLA CH കുഞ്ഞമ്പു വീടിന്റെ താക്കോൽദാനം നിർവഹിക്കും. ചടങ്ങിൽ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ രാമകൃഷ്ണൻ നായർ നടുവിൽ വീട് സംസാരിക്കും. സൗഹൃദവേദി മുൻ പ്രസിഡന്റ് ഹരീഷ് മേപ്പാട് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സൗഹൃദവേദി മുൻ രക്ഷാധികാരി തമ്പാൻ നായർ ചേവിരി സ്വാഗതവും മുൻ രക്ഷാധികാരി വേണുഗോപാലൻ VK നന്ദിയും പറയും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പെരിയ സൗഹൃദവേദി മുൻ പ്രസിഡന്റ് ഹരീഷ് മേപ്പാട്, പ്രമോദ് പെരിയ, മുൻ രക്ഷാധികാരിമാരായ വേണുഗോപാലൻ VK, തമ്പാൻ നായർ ചേവിരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ശിശുദിനം വൈവിധ്യ പരിപാടികളോടെ ആഘോഷിച്ചു.
DREയുടെ CATU കാസർഗോഡ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ തൊഴിലാളികളുടെ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. CATU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ദേശീയ പാതയിൽ മീൻ ലോറി മറിഞ്ഞ് അപകടം. കോഴിക്കോട് നിന്നും മീൻ കയറ്റി ഉള്ളാളിലെ ഫാക്ടറിയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ ടയർ പൊട്ടി നിയന്ത്രണം തെറ്റി റോഡിന് കുറുകെ മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. രാജപുരം പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കുഴിയിൽ വീണു. കള്ളാർ സെന്റ് പയൻസ് 10th കോളേജിന് സമീപം വ്യാഴാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത്. ഗ്രേറ്റ് ബോംബെ സർക്കസ് 15 മുതൽ ഐങ്ങോത്ത് നക്ഷത്ര ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തെ ഗ്രൗണ്ടിൽ പ്രദർശനം ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെല്ലിക്കാട്ട് ഈങ്ങയിൽ വീട് തറവാട് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി വിളക്ക് പൂജ നടന്നു. നിരവധി ആളുകൾ വിളക്ക് പൂജയിൽ പങ്കാളികളായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.